നമസ്കാരം. അജയൻ്റെ രണ്ടാം മോഷണം ARM മൂവി ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ടോവിനോ, ഈ ഒരു സിനിമയിൽ 3 കഥാപാത്രങ്ങൾ 3 കാലഘട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിനിമയിൽ 3 കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരു 3 സിനിമ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇമോഷണൽ അതിനുള്ള ശമ്പളം കിട്ടിയിട്ടുണ്ടെന്നാണോ ചോദിച്ചു വരുന്നത്? അല്ല, അതെ. അപ്പം ഇതിൻ്റെ 3 കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതിനെ ബാലൻസ് ചെയ്യാന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ 3 കഥാപാത്രങ്ങളെയും ഈ കൗണ്ടർ ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയാണ് അതിൻ്റെ ഇമോഷണൽ വെയിറ്റിനെ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറിൽ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഒരു വളരെ ചെറിയ ശതമാനമെങ്കിലും നമ്മളെ ബാധിക്കും കേട്ടോ. പക്ഷെ അത് കുറച്ച് നേരത്തേക്കെങ്കിലും. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പ്രോപ്പർ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് എടുത്ത് നമ്മൾ കുറച്ച് ടെക്നിക്കലായിട്ടും കൂടി തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തു. നമ്മൾ 3 ക്യാരക്ടേഴ്സിനെയും പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇവർ ഓരോ സീനിലും ഇവർക്കുണ്ടാവുന്ന ഇമോഷണൽ വേരിയേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഷൂട്ടിങ് തന്നെ തുടങ്ങിയത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് നമ്മളെ തന്നെ ടോർച്ചർ ചെയ്യാതെ നമുക്ക് കുറച്ച് ആ ടെക്നിക്കൽ അത് നമ്മളിൽ നോട്ട്സ് ഉണ്ടല്ലോ. അതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളത് നോട്ട്സ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ നമ്മൾ 3ാമത്തെ ക്യാരക്ടറിലേക്ക് കയറുമ്പോഴും നമുക്ക് അത് ബേസ് ആയിട്ടുണ്ട്. ആ ബേസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ത്രൂ ഔട്ട് ക്യാരക്ടറിനെ ക്യാരി ചെയ്തിട്ട് ഒരു മെത്തേഡ് ആക്ടിങ്ങിൻ്റെ പൂർണ്ണ രൂപത്തിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടെക്നിക്കലായിട്ടും കൂടെ നമ്മൾ അത് ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്കത് ഇത്തിരി ക്യാരിയൊക്കെ ചെയ്ത് പോവാം. പക്ഷെ 3 ക്യാരക്ടറുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് ആ സ്വിച്ചും നടക്കണമെങ്കിൽ കുറച്ച് ടെക്നിക്സും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ നോട്ട്സൊക്കെ എഴുതി ഫോർമുലയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ അതും ഈ നമ്മളും ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കണ പോലെ അല്ലല്ലോ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന് സംസാരിക്കുക. അതുപോലെ ആയിരിക്കില്ല കൂട്ടുകാരോട് സംസാരിക്കുക. അപ്പം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറേ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഈക്വേഷൻസ് എല്ലാം നമ്മൾ സംസാരിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിംഗ് തന്നെ തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് അല്ലായിരുന്നു. ഏത് ക്യാരക്ടറാണ് കുറച്ചും കൂടി ചാലഞ്ച് ആയിട്ട് തോന്നിയത് പോർട്രേ ചെയ്യാനായിട്ട്? ഇപ്പം കുഞ്ഞിക്കേലോ ആണോ, അജയനാണോ, അല്ലെങ്കിൽ മണിയൻ എന്നുള്ള കഥാപാത്രമാണോ? ഞാൻ എല്ലാ സിനിമയിലും ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചാലഞ്ചിങ് ആണ്. ഞാനങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ആക്ടറായിട്ട് എന്നെ തന്നെ കാണുന്നില്ല. പക്ഷേ എനിക്ക് ചെയ്യുന്ന സിനിമകളിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നാക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഈസി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഈസി ആയിട്ട് ഞാനത് എടുത്താൽ അതിൻ്റെ ഒരു കുറവ് ചിലപ്പോൾ ഫ്രെയിമിൽ കണ്ടേക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതിപ്പോൾ ഫിസിക്കലി ആണെങ്കിൽ ഒരുപക്ഷെ അല്ല, ഫിസിക്കലി ആണെങ്കിൽ പോലും 3 ക്യാരക്ടേഴ്സിനും പ്രധാനമായിട്ട് അജയനും മണിയനും ഫിസിക്കലി ആണെങ്കിലും നല്ല പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ പോലും ഈ 3 പേരുടെയും റിയാക്ഷൻസും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഇടിക്കുമ്പോഴാണെങ്കിലും ഒരു ക്യാരക്ടർ ചിലപ്പോൾ ബ്ലിങ്ക് ചെയ്യില്ല. ഒരു ക്യാരക്ടറിൻ്റെ എന്ത് വന്നാലും ആൾ പേടിക്കില്ല. പക്ഷെ അജയൻ പേടിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഓരോ ഷോ അതിനു വേണ്ടി റീടേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ശരിക്കും പന്തൊക്കെ മോത്തിക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കുമല്ലോ. ആ പേടിയില്ലാത്ത പോലെ അഭിനയിക്കാൻ വേണ്ടി റീടേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 6 വർഷത്തെ പ്രയത്നം ഉണ്ടെന്ന് അറിയാം ഈ ഒരു സിനിമ. അത്രയും എഫേർട്ട് ഇട്ടാണ് കൊണ്ടുവരുന്നത്. അതെ, 8 വർഷം. അപ്പോൾ നമ്മൾ ഈ ഒരു പീരീഡ് ആക്ഷൻ നമ്മൾ വെക്കുന്ന ഒരു കോണ്ടംപററി സൊസൈറ്റിയിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആക്യുറസി ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി അങ്ങനെ ഒരു ഇത് ഹിസ്റ്റോറിക്കൽ ഇത് കാരണം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വേൾഡ്, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം ഫിക്ഷനാണ്. അപ്പം നമ്മളത് ഫോളോ ചെയ്തിട്ടില്ല. ആ ഒരു ക്രിയേറ്റീവ് ലിബർട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തത്. സോ എനിക്കത് ട്വീക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വിഷൻ അനുസരിച്ചിട്ട് ഇപ്പം കോസ്റ്റ്യൂം ആണെങ്കിലും ആർട്ടിലാണെങ്കിലും അല്ലാതെ നമ്മൾ പ്രോപ്പർ ഒരു പീരീഡ് ഫിലിമിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ ഇന്നത് വേണം, അങ്ങനെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിപ്പോ. സോ എനിക്ക് അങ്ങനെ ലിമിറ്റഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓപ്പൺലി ചിന്തിക്കാം, കുറച്ചുകൂടെ കളേഴ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 17,000 ഒരു വാരിയർ എന്ന് പറയുന്നത് പണ്ട് കേരളത്തിൽ അവർ മുണ്ടുന്നേരിയതും
ആ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാറി കുഞ്ഞിക്കേളുവിന്റെ വേറൊരു ലുക്കിലോട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ള റീസൺ നമ്മളത് ഫിക്ഷണലൈസ് ചെയ്തേക്കുന്നത് കൊണ്ടാണ്. ഈ നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ സിനിമയിൽ ഈ നായകനും നായികയായിട്ടുള്ള ഒരു കെമിസ്ട്രി പറയാറുണ്ട്. പക്ഷേ നമുക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ നമുക്ക് ഡയറക്ടറും അല്ലെങ്കിൽ ഒരു മെയിൻ പ്രൊട്ടാഗണിസ്റ്റുമായിട്ടുള്ള ഒരു കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടൊവിനോനെ ഈ ഒരു നായക വേഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് എത്രത്തോളം ഇതിൽ ബ്ലെൻഡ് ചെയ്യാനും അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനും സാധിച്ചിട്ടുണ്ട്? അല്ല, ആ കെമിസ്ട്രി വർക്കായത് എനിക്കറിയത്തില്ല. ഇനി നാളെ ഞാൻ ഏതെങ്കിലും വേറൊരു ആക്ടറിന്റെ കൂടെ ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് എൻ്റെ ആ ലിമിറ്റേഷൻ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ടൊവിനെ എനിക്ക് 10 വർഷമായിട്ട് അറിയാം. അപ്പോൾ ടൊവിയുടെ നോർമൽ ബിഹേവിയറും ഗസ്റ്റേഴ്സും മൂവ്മെൻറ്റ്സും ഇതെല്ലാം എനിക്ക് അറിയാം. അതേപോലെ ടൊവി ഓരോ സിനിമകളിൽ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു പുതിയ വേർഷനാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തേക്കുന്നത്. അത് ടൊവി ആയതുകൊണ്ടാണ് എനിക്കത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളിനെയല്ലേ നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊരു ആക്ടേഴ്സിനെ നമുക്ക് ബട്ട് സ്റ്റിൽ സിനിമയിലുള്ള ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള ആക്ടേഴ്സിനെ പോലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു പുതിയ രീതിയിൽ തന്നെ ഇപ്പൊ ബേസിലേട്ടനാണെങ്കിൽ പോലും ബേസിലേട്ടനെ എനിക്ക് ഇത്രയും വർഷമായിട്ട് അറിയാം. അപ്പോൾ ലുക്കിൽ നമ്മളൊരു ചേഞ്ച് വരുത്തി, പുള്ളി ചെയ്യുന്നതിലും കുറച്ച് ഇതു. പിന്നെ ബേസിക്കലി ഇതെല്ലാം സേഫ് ആക്കുന്നത് സുഹിത്തേട്ടൻ്റെ റൈറ്റിങ്ങിലും ആ ഡയലക്റ്റിലും പിന്നെ ആ സെറ്റ് ചെയ്തേക്കുന്ന പ്രിമൈസസിലുമാണ്. അപ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് പോവും. ഇതിൽ ഈ സിനിമയിൽ എല്ലാവരും തമ്മിൽ അതിനൊരു കെമിസ്ട്രി ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ 10 കൊല്ലമായിട്ട് പരിചയമുണ്ട്. സുഹിത്തേട്ടനും നീയും ഏകദേശം ഈ പറഞ്ഞ 8 കൊല്ലം ആയിട്ട് പരിചയമുണ്ട്. ജോമോൻ ചേട്ടനായിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ്. മൊയ്തീൻ പോലുള്ളതാണ്. ഇപ്പോൾ സുരഭി ആണെങ്കിലും എഡിറ്റർ ഷമീറാണെങ്കിലും അപ്പോൾ ഇതൊക്കെ ഉള്ള സമയത്തുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സംഘത്തിലേക്കാണ്. പിന്നെ 2017 മുതൽ നമ്മൾ ഹരീഷ് ചേട്ടനുമുണ്ട്. കൃതി വരുന്നത് ഈ ഒരു സംഘത്തിലേക്ക് ആയത് കാരണം കൊണ്ട് കൃതിയും ഈസ് പാർട്ട് ഓഫ് ദ ടീം. അപ്പോൾ തന്നെ അപ്പം നമുക്ക് അങ്ങനെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഏറ്റവും ഒരു പൊട്ട ഐഡിയ വരെ എനിക്ക് ഇവരോട് പറയാം. നമ്മൾ ഏതോ ഒരു പോയിന്റിലൊരു ക്ലൈമാക്സിലൊരു പോയിന്റിൽ ഒരു സാധനത്തിൽ നമ്മൾ സ്റ്റക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേയും നമുക്ക് ആ സാധനം എങ്ങനെ വേണമെന്നുള്ളതില്ല. ഒരു ദിവസം രാത്രി നമ്മൾ ചുമ്മാ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കാണ് ടോബി അതിന് സൊല്യൂഷൻ പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര വർക്കായി. അതാണ് നമ്മളത് ഫോളോ ചെയ്തത്. ഇതേപോലെ ആ ബേസിൽ തുറന്നു പറഞ്ഞിരുന്നെങ്കിണ്ടല്ലോ എന്തുമാത്രം സൊല്യൂഷൻസ് ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? അത് ഫ്രീ ആയിട്ട്. എല്ലാവർക്കും അവരുടേതായ പല ഐഡിയാസും ഉണ്ടല്ലോ. അപ്പൊ അത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു പണ്ട് എല്ലാ സിനിമകളിലും നമ്മൾ ഭയങ്കര കളക്റ്റീവായിട്ട് ചെയ്യുന്ന സിനിമകളിലെല്ലാം ശരിക്കും ഈ ഇൻപുട്ട് അതാണ് ഇതിന്റെ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല, ഒരു സംഘം ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന. ഇതിപ്പോ ഇവന്റെ അടുത്ത് ഈ ക്രിയേറ്റീവ് മേഖലയിൽ അല്ലാത്ത ഒരാൾ പോലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നീ അതൊന്നും പറയാറായിട്ടില്ല എന്നല്ല ഇവന്റെ ആറ്റിറ്റ്യൂഡ്. അതൊന്ന് ആലോചിക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് മേഖലയിലല്ലാത്ത ഏറ്റവും ചെറിയ ആൾക്ക് വരെ വന്ന് അഭിപ്രായം പറയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്പേസ് ഇല്ലാതെ പറ്റില്ല. നമ്മൾ വേറൊരു ഷീൽഡ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ നടക്കില്ല. പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു കാര്യം എന്നോട് പറയണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ അത്രയും സൗഹൃദമുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറയുമ്പോഴും പറയണ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. നമ്മൾ സിനിമയെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ട്രെയിലറിലുള്ള ഒരു ഷോട്ട് ഉണ്ട്, ഈ ഫയർ ബോൾ. അപ്പൊ പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് ആ സീക്വൻസിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. ആ ഷൂട്ടിന്റെ തലേ ദിവസം നമ്മുടെ ഒരു AD ഭരത് എനിക്കൊരു റെഫറൻസ് വീഡിയോ അയച്ചു തന്നു. അപ്പൊ ആ റെഫറൻസ് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സീക്വൻസ് ആ ഇൻ ബിറ്റ്വീൻ വേണമെന്ന് തോന്നിയത്. അപ്പൊ പിറ്റേ ദിവസം ഞാൻ അപ്പൊ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച് ഫയർ ബോൾ ഉണ്ടാക്കിച്ച് നമ്മൾ ആ സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് എന്താ വേണ്ടത്? പടം നന്നാവണം. ആരും ഈഗോ ജയിക്കൊന്നുമല്ല, അതെ. പടം നന്നാവണം.